കൗതുകകരമായ കാഴ്ചകൾക്കാണ് കേരളം ഒരാഴ്ചയായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലജലഭ്രമം പിടിപെട്ട അവസ്ഥയിലാണിപ്പോൾ മലയാളികൾ. കാണുന്നത് സത്യമോ മായയോ എന്ന് തിരിയാത്ത ആശയക്കുഴപ്പത്തിലാണവർ. എന്തായാലും കട്ട് ആൻഡ് റൈറ്റിന് അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. വർഗീയ വിഷം വമിക്കുന്ന ചില നാവുകളെ കൂട്ടുപിടിച്ച സർക്കാരിനെതിരായ വിധിയെഴുത്തായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ്. LDFന്റെ കനത്ത തോൽവിക്കുള്ള പല കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പ്രസ്താവനകളോട് മൃദു സമീപനം സ്വീകരിക്കുകയും തങ്ങൾ തന്നെ മുമ്പ് വർഗീയവാദിയെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ വെള്ള പൂശാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ്. ഇതിന് ജനം കൊടുത്ത മറുപടി മതനിരപേക്ഷ കേരളത്തിൽ വർഗീയത അംഗീകരിക്കില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചായിരുന്നു. പിണറായിയുടെ ആ കൂട്ടുകെട്ടിനെ അത്യധികം ശക്തിയായി വിമർശിച്ചവരിൽ മുമ്പൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. തന്നെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നോവിച്ച സമുദായ നേതാവിന് 100-ലധികം സീറ്റുമായി മറുപടി തരുമെന്നും അല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നും പറഞ്ഞ സാക്ഷാൽ വടശ്ശേരി ദാമോദരമേനോൻ സതീശനാണ് ആ മുഖ്യമന്ത്രി. അധികാര കസേര ലഭിച്ചതിന്റെ നന്ദി പ്രകാശനമാണോ എന്നറിയില്ല. മന്ത്രിമാരടക്കം സന്ദർശന പാച്ചിലാണ്. അതിലേറ്റവും പുതിയത് ക്ഷീരദിനാശംസകൾ നേർന്ന് കോമഡിയായ മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. മന്ത്രി ക്ഷീരത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ചൊല്ല് അന്വർത്ഥമാക്കാനാവണം. വെള്ളാപ്പള്ളിക്ക് മുമ്പിൽ താണുവണങ്ങി കൈകൂപ്പി അനുഗ്രഹാശിസുകൾക്കായി ശിരസ് നീട്ടിക്കൊടുത്തത്. നാവെടുത്താൽ പച്ചവർഗീയത കൊണ്ട് പച്ചവെള്ളത്തിന് പോലും തീപിടിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയെ മതേതര ഭരണഘടനയെ സാക്ഷ്യം നിർത്തി അധികാരത്തിലേറിയ ഒരു മന്ത്രി അങ്ങോട്ട് ചെന്ന് കാണുക, അനുഗ്രഹം തേടുക എന്നൊക്കെ പറയുന്നതിലെ അനൗചിത്യത്തിനും അപ്പുറം മറ്റു ചിലതില്ലേ എന്നാണിപ്പോൾ കട്ട് ആൻഡ് റൈറ്റിന് സംശയം. വെള്ളാപ്പള്ളിയിലോ ബിന്ദു കൃഷ്ണയിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സന്ദർശന ഘോഷയാത്ര. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ജി സുധാകരൻ വെള്ളാപ്പള്ളിക്ക് പൊന്നാട ചാർത്തുന്നതും നാം കണ്ടു. അതൊരു പക്ഷേ വെറും ഉപകാര സ്മരണയാവാം. ഭാര്യാവസ്ഥയിൽ വെച്ചാണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിൽ ചാരിതാർത്ഥ്യമടയുന്ന ആളാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തന്റെ സ്വന്തം മണ്ഡലത്തിലെ പൗരപ്രമുഖന്റെ വീട്ടിൽ NDA ഘടകകക്ഷി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകുമെന്നറിയാൻ ആഭ്യന്തരമന്ത്രിക്ക് 6ാം ഇന്ദ്രിയമൊന്നുമില്ലല്ലോ. സ്വീകരിക്കാൻ നീട്ടിയ കൈ തട്ടി മാറ്റാനും പറ്റില്ല. ആഭ്യന്തരമന്ത്രിയാവട്ടെ വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല, സുകുമാരൻ നായരുടെയും ഗുഡ് ബുക്കിലുള്ളയാളാണ് താനും. എല്ലാ മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന നിലപാടേ കേരളം സ്വീകരിക്കാൻ പാടുള്ളൂ. CPM ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയാണ് താലോലിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യാറില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് വെള്ളാപ്പള്ളിക്കെതിരെ FIR ഇട്ടത്. ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു എന്നതും വസ്തുതയാണ്. ഒന്നുകൂടി പറയട്ടെ, താങ്കൾ ആണയിട്ടു പറഞ്ഞ മതേതരം എന്ന വാക്കുണ്ടല്ലോ, അത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മുതൽക്കൂട്ടാണ്. കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കണ്ണീരിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ്. ഇവിടെയാണ് വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വിഷം വാരി എറിയുന്നത്. മുസ്ലിം ലീഗുകാർക്ക് മനുഷ്യത്വമില്ല, അവർക്കാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? അവരുടെ കൂട്ടുപിടിച്ചു നിൽക്കുന്നവരെ ജയിപ്പിച്ചാൽ നമ്മുടെ സ്ഥിതി എന്താകും? മുസ്ലിം ലീഗിന്റെ ഭരണം വന്നാൽ നമ്മൾ നാടുവിടേണ്ടി വരും, നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പേരിൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ്, എന്നിട്ട് മതേതര കൂട്ടായ്മയെന്ന് പറയും. മുസ്ലിം അല്ലാത്ത ഒരു MLA ലീഗിലുണ്ടോ എന്ന് ചോദിച്ചയാളാണ് വെള്ളാപ്പള്ളി. മുസ്ലിങ്ങളെ ഭയന്നാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണ്. പിന്നോക്കക്കാർക്ക് ഒന്നുമില്ല. സ്വതന്ത്ര വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല. കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകാൻ പോവുകയാണ്. മലപ്പുറത്ത് 56% മുസ്ലിങ്ങളാണ്. ജില്ലയിൽ എയ്ഡഡ് കോളേജുകൾ ഒട്ടുമിക്കതും അനുവദിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ്. മലപ്പുറം ജില്ലയിൽ SNDPക്ക് ഒറ്റ എയ്ഡഡ് കോളേജ് പോലുമില്ല. ഉള്ള ഒരു അൺഎയ്ഡഡ് കോളേജിനെ എയ്ഡഡ് ആക്കി മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും നടപടി ഉണ്ടായില്ല. 56% ഒന്നിച്ചു നിൽക്കുന്നു എന്നതിന്റെ പേരിൽ അവിടെ വരുന്ന മറ്റു 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല. മുസ്ലിം ലീഗ് ശരീഅത്ത് നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഒരു പെട്ടിക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ലീഗിന്റെ ലക്ഷ്യം മറ്റൊരു മാറാട് കലാപമാണ് എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിഷവാക്കുകൾ കേരളത്തിന്റെ സസ്യശ്യാമള കോമള ശാദ്വല ഭൂമിയിൽ പ്രസരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്നാണെന്ന് മറക്കാൻ സമയമായില്ലല്ലോ. തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവല്ലേ?
അദ്ദേഹം മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കാണുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരുമുണ്ട്. മുഖ്യമന്ത്രിയെ ഏത് സംഘടനാ നേതാവും സമുദായ നേതാവും സന്ദർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ തുഷാർ പറഞ്ഞതുകൂടി കേൾക്കണ്ടേ? സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു, പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി അനുമോദിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ ചുമ്മാ കുറ്റം പറയാനൊക്കുമോ? വെള്ളാപ്പള്ളിയെ പിതൃതുല്യനായി കാണുന്ന മുഖ്യമന്ത്രിക്ക് തുഷാറിനെ സഹോദര തുല്യനായി കാണാൻ തടസ്സവുമില്ല. സത്യത്തിൽ UDFന് വൻ വിജയം സമ്മാനിച്ചതിൽ വെള്ളാപ്പള്ളിക്ക് ഒട്ടും കുറവല്ലാത്ത പങ്കുണ്ട്. അത് ഈഴവ സമുദായത്തിന്റെ വോട്ട് തീരെഴുതി കൊടുത്തു തന്നെ ആവണമെന്നില്ല. അങ്ങനെ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ തീരെഴുതി കൊടുക്കാൻ കഴിയുന്നതുമല്ല ഈഴവ വോട്ടുകളെന്ന് പലവട്ടം തെളിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ സരസ്വതി വിളയുന്ന നാവിലൂടെ പുറത്തു ചാടിയ വെറുപ്പിന്റെ വാക്കുകളോട് അതിന്റെ ഇരകൾ നൽകിയ മറുപടി കൂടി UDFന്റെ വിജയത്തിന് പിന്നിലുണ്ട്. LDFന് വേണ്ടി നാവ് നൽകുകയും BJPക്കും UDFനും വേണ്ടി നയം കൈക്കൊള്ളുകയും ചെയ്ത മഹാകൗശലക്കാരനാണ് വെള്ളാപ്പള്ളി എന്നതത്രേ സത്യം. നിരാശപ്പെടേണ്ട പ്രേക്ഷകരെ, വകതിരിവും വിവേകവുമുള്ളവർ കോൺഗ്രസിൽ ചിലരെങ്കിലും ഉണ്ടല്ലോ. UDFനെ അധികാരത്തിലെത്തിക്കുന്നതിൽ VD സതീശനൊപ്പം പ്രാധാന്യമർഹിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ മഹാമാന്ത്രികനെ മന്ത്രി ബിന്ദു കൃഷ്ണ കണ്ടതിലും കുമ്പിട്ടതിലും തെറ്റൊന്നുമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ആബിദലിയുടെ ആക്ഷേപഹാസ്യം. കോൺഗ്രസ് വക്താവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന VR അനൂപ് പറഞ്ഞത് കുറച്ചുകൂടി കർക്കശമായാണ്. സാമ്പത്തിക തട്ടിപ്പിന് ഗൾഫിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തുഷാറിനെ, അതായത് ഒരു സാമ്പത്തിക കുറ്റവാളിയെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് കത്തെഴുതി മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുമ്പോൾ അന്ന് അതിനെ എതിർത്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുതൽ ഇതെഴുതുന്ന താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നാണ് അനൂപ് അനുസ്മരിക്കുന്നത്. അധികാരത്തിലെത്തിയെന്ന് വിചാരിച്ച് അതൊക്കെ അങ്ങനെ മറക്കാൻ കഴിയുമോ എന്നും അനൂപ് ചോദിക്കുന്നു. ഇനി ഏത് സാധാരണ പൗരനും മുഖ്യമന്ത്രിയെ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയെ കാണാൻ അങ്ങോട്ട് വന്ന ആളാണോ തുഷാർ? സത്യപ്രതിജ്ഞയ്ക്ക് മുഖ്യമന്ത്രി തന്നെ പലവട്ടം ക്ഷണിച്ചിരുന്നു എന്നും അന്ന് വരാൻ കഴിയാത്തത് കൊണ്ട് ആതിഥ്യം സ്വീകരിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആലുവയിലെ വസതിയിലെത്തിയത് എന്നുമാണ് തുഷാർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതൊന്നും ആരും നിഷേധിച്ചിട്ടും ഇല്ല. ഇനി തൊഴിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി സീനിയർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയ കാര്യത്തിലായാലും ആഭ്യന്തരമന്ത്രി ജൂനിയർ വെള്ളാപ്പള്ളിയെ കാണാൻ പോയതിലായാലും അതിലൊക്കെ ഇതേ നിലപാട് തന്നെയാണ്. അതായത് വെള്ളാപ്പള്ളി സീനിയർ ആയാലും ജൂനിയർ ആയാലും അങ്ങോട്ട് ക്ഷണിച്ച കാര്യത്തിലായാലും ക്ഷണിക്കാതെ വീട്ടിൽ പോയ കാര്യത്തിലായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഒരേ നിലപാട് തന്നെയാണ് എന്നും അനൂപ് കൂട്ടിച്ചേർക്കുന്നു. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ വീട്ടിൽ ചെന്ന് കാണേണ്ട കാര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ പറഞ്ഞത്. UDF നേതാക്കളെ നിരന്തരം അധിക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് ജനാധിപത്യ ബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാനാകില്ലെന്ന് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിറും കുറ്റപ്പെടുത്തി. നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല. ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുമെന്നാണ് റിജിൽ മാങ്കുറ്റി പ്രതികരിച്ചത്. ഈ യുവ തുർക്കികളുടെ ധാർമ്മിക രോഷപ്രകടനങ്ങളെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒടുങ്ങുമെന്ന് ആർക്കാണ് അറിയാത്തത്? അതാണ് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്നോർക്കുമ്പോഴാണ് കുളിരു കോരുന്നത്. കേരളീയ നവോത്ഥാന നായകരിൽ ശ്രേഷ്ഠസ്ഥാനീയനായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം ഉയർത്തിപ്പിടിച്ച ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിതമായ SNDPയുടെ അമരത്തിരിക്കുന്ന ഒരാളാണ് ഇത്രയും നാൾ വർഗീയ വിഷം ചിറ്റിയെറിഞ്ഞത്. അത്തരത്തിലുള്ള ഒരാളെയാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ നെഞ്ചിലേറ്റി നടന്നത്. ഒരിക്കൽ RSSന്റെ നാവ് കടമെടുത്തയാളാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ പിണറായിക്ക് പിന്നീട് സരസ്വതി വിളയുന്ന നാവിന്റെ ഉടമയായി വെള്ളാപ്പള്ളി മാറിയതും ചരിത്രം. അന്ന് ആ കാളകൂട വിഷത്തെ എതിർത്ത പ്രതിപക്ഷത്തുള്ളവർ ഇന്ന് അധികാരത്തിലെത്തിയപ്പോൾ വെള്ളാപ്പള്ളിയുടെ തിണ്ണ നിരങ്ങിയതും മറ്റൊരു ചരിത്രം. അതെ, ചരിത്രം ആവർത്തിക്കാനുള്ളതാണല്ലോ അന്നും ഇന്നും. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകൾ കടമെടുത്ത്. സതീശനും പിണറായിയും വരും പോകും, പക്ഷേ കേരളത്തിന്റെ നാളത്തെ തലമുറ ഇവിടെ ജീവിക്കാനുള്ളവരാണ്. അതെ, അതുതന്നെയാണ് കട്ടൻ റേറ്റിനും പറയാനുള്ളത്. മലയാളിയുടെ മനസ്സ് മലീമസമാക്കാൻ, ഈ മണ്ണിൽ വിഷം കലക്കാൻ നാം ആരെയും അനുവദിക്കരുത്.